CPIM-ന്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള സഖാവ് PR നടരാജൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ കുറി അദ്ദേഹം 1.5 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച കോയമ്പത്തൂരിൽ ഇക്കുറിയും അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാടുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് ജില്ലയാണ് കോയമ്പത്തൂർ. ആ കോയമ്പത്തൂർ ജില്ലയുടെ പ്രസക്തമായ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം വരുന്നത്. അതിശക്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് PR നടരാജൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുൻകാല ട്രാക്ക് റെക്കോർഡിൽ വ്യക്തമാണ്. 2009 അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുതിർന്ന സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനെയാണ് PR നടരാജൻ 1,79,000 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ മുന്നണി സഖ്യമായിട്ടുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൽ നിന്നുകൊണ്ടാണ് PR നടരാജൻ അതിശക്തമായി കോയമ്പത്തൂരിൽ മത്സരത്തിലൂടെ വിജയിച്ചെടുത്തത്. തീർച്ചയായും PR നടരാജൻ തന്നെയാണ് ഇനിയും പാർട്ടിയെ നയിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോക്സഭയിൽ CPIM-ന്റെ കക്ഷി നേതാവായിരുന്നു PR നടരാജൻ. മികച്ച രീതിയിലുള്ള പ്രാസംഗികൻ, മികച്ച രീതിയിൽ തമിഴ്നാടിന്റെ ശ്രദ്ധ ആകർഷിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ ഖ്യാതി നേടിയ ഒരു വ്യക്തി കൂടിയാണ്. കോയമ്പത്തൂരിൽ ഇക്കുറിയും അദ്ദേഹത്തിന് വെന്നിക്കൊടി നാട്ടാൻ കഴിയുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാലിൻ അതിശക്തനായിട്ടുള്ള നേതാവായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോട് കൂറ് പലതവണയായി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇക്കുറി സീറ്റുകൾ കൂടാനുള്ള സാധ്യത, ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കോൺഗ്രസ് ആണ് ഇതിന് പരമാവധി അള്ളുവെക്കുന്നത്. കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തിന് സീറ്റ് കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് സംഭാഷണം നടത്തുന്നത്. എന്നിട്ട് CPIM-ന് ഏതെങ്കിലുമൊക്കെ സീറ്റ് വിജയിച്ചു കയറിയാൽ അതൊക്കെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് വലിയ ശുഷ്കാന്തിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. PR നടരാജൻ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയെടുത്തതാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം. അദ്ദേഹം ഇതിനു മുമ്പും മുന്നണി മാറി നിന്നപ്പോൾ പോലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. AIADMKയുടെ കൂടെ ആയിരുന്നു 2009 നിന്നിരുന്നത്. അന്നും അദ്ദേഹം വിജയിച്ചു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളിലൊന്നും, അതായത് ഏത് മുന്നണി എന്നുള്ളതല്ല, അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവം ഉണ്ട് എന്നുള്ളത് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയുന്ന കാര്യമാണ്. 2014 മാത്രമാണ് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടി ഏറ്റത്. അന്ന് വലിയ രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് സജീവ സാന്നിധ്യം ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 1998-ലും 99-ലും CP രാധാകൃഷ്ണനിലൂടെ കോയമ്പത്തൂർ BJPക്ക് കിട്ടിയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറി പക്ഷേ CP രാധാകൃഷ്ണനെ രണ്ടാമതാക്കി. കാരണം 5,71,000 വോട്ടുകളാണ് PR നടരാജൻ ലഭിച്ചത്. CP രാധാകൃഷ്ണനാകട്ടെ 3,79,000 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇക്കുറിയും BJPയും CPIM-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരമായിരിക്കും കോയമ്പത്തൂരിൽ നടക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.